നമസ്കാരം. 3ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ യൂണിറ്റ് 2 ആയിട്ടുള്ള ഫെസ്റ്റീവ് ഫണ്ണാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ യൂണിറ്റ് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതൊന്ന് കാണുക കേട്ടോ. അപ്പം നമ്മുടെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ദ സീ പാലസ് എന്ന് പറയുന്ന ഒരു തലക്കെട്ടോട് കൂടിയ ഒരു ഭാഗത്തിൽ നിന്നാണ്. സീ പാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്ര കൊട്ടാരം എന്നൊക്കെ പറയാം. അപ്പോൾ ആ ചിത്രത്തിൽ ഒരു വലിയൊരു കൊട്ടാരം കാണുന്നുണ്ട്, ഗോൾഡ് ഫിഷിനെ കാണുന്നുണ്ട്, ജെല്ലി ഫിഷിനെ കാണുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റാർ ഫിഷിനെ കാണുന്നുണ്ട്. അങ്ങനെ കുറേ മത്സ്യങ്ങളും അതേപോലെ തന്നെ വലിയ ഭംഗിയുള്ള ഒരു കൊട്ടാരവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കടലിൻ്റെ അടിഭാഗത്ത് നടക്കുന്ന എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. അപ്പം നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു ഗോൾഡ് ഫിഷിനെ നമുക്കവിടെ കാണുന്നുണ്ട്. ആളവിടെ എന്ത് ചെയ്യാണ്? വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താ? നീന്തുക. ഇൻ ദ സീ എന്ന് പറഞ്ഞാൽ എന്താണ്? കടലിൽ. അപ്പോൾ ആ ഒരു സമുദ്രത്തിൽ എന്ത് ചെയ്യാണ്? ഒരു ഗോൾഡ് ഫിഷ് ഇങ്ങനെ സ്വിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഹി സോ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ ഗോൾഡ് ഫിഷ് എന്ത് കാണുകയാണ്? സോ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണുക. എന്താണ് കണ്ടത്? മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ്, അവൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ഒരേ ദിശയിൽ. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദിശയാണ്. ഒരേ ദിശയിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആര് കാണുകയാണ്? ഗോൾഡ് ഫിഷ് കാണുക. എന്താണ് ഗോൾഡ് ഫിഷ് കണ്ടത്? അവൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഒരേ സ്ഥലത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നീന്തിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അവൻ ഇങ്ങനെ കാണുകയാണ്. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദ വേവ്സ്. ഒരു സ്റ്റാർ ഫിഷ് ഉണ്ട്. പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഓറഞ്ച് കളറിൽ. സ്റ്റാർ ഫിഷ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു തിരമാലകൾക്കിടയിൽ കൂടെ, വേവ്സ് എന്ന് പറഞ്ഞാൽ തിരകൾ അല്ലെങ്കിൽ തിരമാലകൾ, ആ ഒരു തിരമാലകളുടെ മേലെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒഴുകുക. അപ്പോൾ ആ ഒരു സ്റ്റാർ ഫിഷും അങ്ങനെ ഒഴുകി പോകുന്നത് കാണുന്നുണ്ട്. എ ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ഒരു ജെല്ലി ഫിഷും അതുപോലെ തന്നെ ആ ഒരു നീല വെള്ളത്തിൽ, നമുക്കറിയാം കടലിൻ്റെ വെള്ളത്തിൻ്റെ നിറം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നീല നിറത്തിലാണ് കാണാം. അപ്പോൾ ആ ഒരു ബ്ലൂ വാട്ടറിൽ കൂടെ ഇങ്ങനെ സ്പാർക്കിൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. സ്പാർക്കിൾഡ് എന്ന് പറഞ്ഞാൽ തിളങ്ങുക. അപ്പം അങ്ങനെ തിളങ്ങിക്കൊണ്ട് ഒരു സ്റ്റാർ ഫിഷും അതുവഴി ഒഴുകി പോകുന്നത് കാണുന്നുണ്ട്. എ ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ഡോൾഫിൻസ് വർ ഡാൻസിങ്. അതേപോലെ തന്നെ എന്തും കാണുന്നുണ്ട്? ഡോൾഫിൻസ് നൃത്തം ചെയ്യുന്നതും കാണുന്നുണ്ട്. അപ്പം നമ്മൾ ആരെയൊക്കെ കണ്ടു? ഗോൾഡ് ഫിഷ് പോകുന്ന കാണുന്നുണ്ട്, സ്റ്റാർ ഫിഷ് പോകുന്ന കാണുന്നുണ്ട്, ജെല്ലി ഫിഷ് പോകുന്ന കാണുന്നുണ്ട്, അതേപോലെ ഡോൾഫിൻസിനെയും കാണുന്നുണ്ട്. വെർ ആർ ദേ ഗോയിങ്? എവിടേക്കാണ് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പോകുന്നത്? എന്തോ ഒരു വിശേഷം ഉണ്ടല്ലോ എന്നിങ്ങനെ തോന്നുകയാണ്. ദ ഗോൾഡ് ഫിഷ് തോട്ട്. ഗോൾഡ് ഫിഷ് ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്താ ഇപ്പോൾ പ്രശ്നം? എവിടേക്കാണ് ഇവരൊക്കെ പോകുന്നത്? ഹി ഫോളോഡ് ദം. അപ്പോൾ നമ്മുടെ ഗോൾഡ് ഫിഷ് എന്ത് ചെയ്യാണ്? നമ്മുടെ സ്റ്റാർ ഫിഷിനെയും ജെല്ലി ഫിഷിനെയും ഡോൾഫിനെയൊക്കെ പുറകെ പിന്തുടർന്ന് പോവുകയാണ്. എവിടേക്കാണ് ഇവരെല്ലാവരും കൂടെ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇൻ ദ ഡീപ് സീ ഹി സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. ആ ഒരു സമുദ്രത്തിൻ്റെ അടിഭാഗത്ത്, അടിത്തട്ടിലായിട്ട് എന്ത് കാണുകയാണ് അവൻ? സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. വളരെ മനോഹരമായ ചില്ല് കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു പാലസ് അല്ലെങ്കിൽ ഒരു കൊട്ടാരം നമ്മുടെ ആര് കാണുകയാണ്? ഗോൾഡ് ഫിഷ് കാണുകയാണ്. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജംസ് ആൻഡ് പേൾസ്. അത് എന്തുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു? ഡെക്കറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അലങ്കരിക്കുക. ഡെക്കറേറ്റഡ് വിത്ത് ജംസ് ആൻഡ് പേൾസ്. നമ്മുടെ മുത്തുകളും പവിഴങ്ങളും അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഗ്ലാസ് കൊണ്ടുള്ള, ചില്ല് കൊണ്ടുള്ള ഒരു കൊട്ടാരമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ആ കൊട്ടാരത്തിലേക്കാണ് അപ്പം നമ്മുടെ സ്റ്റാർ ഫിഷും ജെല്ലി ഫിഷും ഒക്കെ കൂടി പോകുന്നത് കേട്ടോ. ദ ഡോഴ്സ് ഓഫ് ദ പാലസ് വേർ വൈഡ് ഓപ്പൺ. ആ ഒരു പാലസിൻ്റെ, കൊട്ടാരത്തിൻ്റെ വാതിലുകൾ, ഡോറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വൈഡ് ഓപ്പൺ, മലർക്കെ തുറന്നിട്ടിട്ടുണ്ട്. എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട് വാതിലൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് നമ്മുടെ പാലസിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് അവിടെ എന്താ ഉള്ളത് നോക്കാം. ദ മേർമെയ്ഡ് എന്നാണ് അടുത്ത ഭാഗത്തിൻ്റെ തലക്കെട്ട്. അപ്പോൾ മേർമെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സ്യകന്യകയാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ മേർമെയ്ഡിൻ്റെ ഒരു സെക്ഷനാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. എ ബ്യൂട്ടിഫുൾ mermaid appeared near the door. ആ ഒരു തുറന്നിട്ടിരിക്കുന്ന കൊട്ടാരത്തിൻ്റെ വാതിലിൻ്റെ അടുത്തായിട്ട് ആര് വന്നിരിക്കുകയാണ്? അതിമനോഹരിയായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു മത്സ്യകന്യക വന്നിരിക്കുകയാണ്. നമുക്കറിയാം മത്സ്യകന്യക എന്ന് പറഞ്ഞാൽ എന്താ? മത്സ്യത്തിൻ്റെ അല്ലെങ്കിൽ മീനിൻ്റെ ദേഹമായിരിക്കും, അതേപോലെ തന്നെ പെൺകുട്ടിയുടെ പോലത്തെ മുഖമൊക്കെയുള്ള ഒരു രൂപത്തിന് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനാണ് നമ്മൾ മത്സ്യകന്യക എന്ന് പറയുന്നത്. ഹൗ പ്രട്ടി ഷീ ഈസ്. എന്ത് സുന്ദരിയാണ് അവൾ, അല്ലെങ്കിൽ എന്ത് ഭംഗിയാണ് അവളെ കാണാൻ. എക്സ്ക്ലെയിംഡ് ദ ഗോൾഡ് ഫിഷ്. നമ്മുടെ ഗോൾഡ് ഫിഷിന് അപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുകയാണ്, ആശ്ചര്യം തോന്നുകയാണ്. എന്ത് സുന്ദരിയാണ് ഈ മത്സ്യകന്യക.
ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ, വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്. അപ്പോൾ അവിടെ ആരോ പറയുകയാണ്, അല്ലെങ്കിൽ കുറേ പേര് അവിടേക്ക് ചെന്നിട്ടുള്ള മത്സ്യങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പറയുകയാണ് ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. അപ്പം എന്താണ് ആ കൊട്ടാരത്തിൽ നടക്കുന്ന പരിപാടി? അവരവിടെ ചെയ്യുന്നത് എന്താണ്? പ്രിൻസസ് ജൂലിയയുടെ പിറന്നാൾ ആഘോഷമാണ്. ഈ പ്രിൻസസ് ജൂലിയ ആരായിരിക്കും? നമ്മുടെ ഈ പറഞ്ഞ മത്സ്യകന്യകയാണ് കേട്ടോ. അപ്പം അതാണ് ആൾ നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പിറന്നാളിലേക്ക് പ്രിൻസസ് ജൂലിയ എന്ന് പേരുള്ള മത്സ്യകന്യകയുടെ പിറന്നാൾ ആഘോഷത്തിനാണ് നമ്മുടെ സ്റ്റാർ ഫിഷും ജെല്ലി ഫിഷും ഒക്കെ കൂടെ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ കൊട്ടാരത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരെന്താ പറയുന്നത്? വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്. ബ്രോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരിക. ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിറന്നാളിന് നമ്മൾ സമ്മാനം കൊടുക്കില്ലേ? അപ്പം അതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾ ഓഫ് ദം സെഡ് ടുഗെദർ. എല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ച് പറയുകയാണ്. ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലെൻഡിങ് ലൈറ്റ്സ്. ജെല്ലി ഫിഷ് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? നന്നായിട്ട് തിളങ്ങുന്ന കുറേ ലൈറ്റുകളാണ് സമ്മാനമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ദ വെയിൽസ് came with jingling bangles. വെയിൽസ് എന്തുകൊണ്ടാണ് വന്നത്? വെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? തിമിംഗലങ്ങൾ എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? നന്നായിട്ട് കിളിങ്ങുന്ന വളകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ദ ഡോൾഫിൻസ് ക്യാരിഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിൻസ് എന്താ കൊണ്ടുവന്നത്? നല്ല സുഗന്ധമുള്ള, ഫ്രാഗ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. ജൂലിയ എന്ത് ചെയ്യാണ്? നന്നായിട്ട് ചിരിക്കുകയാണ്. ആരാണ് നമ്മുടെ ജൂലിയ? നമ്മുടെ പിറന്നാളുകാരിയായിട്ടുള്ള ബർത്ത്ഡേ ഗേളായിട്ടുള്ള നമ്മുടെ മത്സ്യകന്യകയാണ് കേട്ടോ. മേർമെയ്ഡാണ് ജൂലിയ. ജൂലിയ നന്നായി ചിരിച്ചിട്ട് അവർക്കൊക്കെ മറുപടി കൊടുക്കുകയാണ്. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളെ എന്ത് ചെയ്യാണ്? നല്ലൊരു താങ്ക്സ് പറയുകയാണ്. കം ഓൺ ലെറ്റ് us begin the party. അപ്പോൾ ശരി, വരൂ നമുക്ക് നമ്മുടെ പാർട്ടി തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ സ്വാഗതം ചെയ്യാണ്. There was a big cake on a table in the hall. ഹാളിൻ്റെ ടേബിളിലായിട്ട് നടുകിലായിട്ട് ടേബിൾ വെച്ചിട്ടുണ്ട്. ആ ടേബിളിൽ എന്തുണ്ട്? വലിയൊരു കേക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ ജൂലിയയുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ. ദ പാർട്ടി ബിഗാൺ. അപ്പോൾ പാർട്ടി എന്ത് ചെയ്തു? തുടങ്ങിക്കഴിഞ്ഞു. ബിഗാൺ എന്ന് പറഞ്ഞാൽ തുടങ്ങി. അപ്പോൾ നമ്മുടെ പാർട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം ദ ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ ആ ഒരു പാർട്ടീനെ കുറിച്ചാണ് അടുത്ത ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. പ്രിൻസസ് ജൂലിയ വെൻ ടു ദ ടേബിൾ ആൻഡ് കട്ട് ദ കേക്ക്. അപ്പോൾ നമ്മുടെ ജൂലിയ എന്ത് ചെയ്യാണ്? ടേബിളിൻ്റെ അടുത്ത് പോയിട്ട് ആ ഒരു കേക്ക് കട്ട് ചെയ്യുകയാണ്. ഷീ ലുക്ക്ഡ് ക്യൂട്ട് ഇൻ ഹെർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. നല്ല ഭംഗിയുള്ള ഡയമണ്ട് വെച്ചിട്ടുള്ള ഒരു കിരീടമൊക്കെ വെച്ച് വളരെ മനോഹരിയായിട്ട് അല്ലെങ്കിൽ വളരെ സുന്ദരിയായിട്ടാണ് നമ്മുടെ ജൂലിയ നിൽക്കുന്നത്. ഓൾ ക്ലാപ്ഡ് ആൻഡ് സാങ്. എല്ലാവരും ഇങ്ങനെ കൈകൊട്ടി ക്ലാപ്പ് ചെയ്യാണ്. നമ്മൾ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്ലാപ്പ് ചെയ്യുമല്ലോ, അങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട്. എന്ത് പാട്ടാണ് നമ്മൾ പാടുക? ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ട് പാടുമല്ലോ. ആ സെയിം പാട്ട് ഇവിടെ എല്ലാവരും കൂടെ പാടുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അവളെ വിഷ് ചെയ്യുന്നുണ്ട്. എവരിവൺ പ്രസൻറ്റഡ് ദെയർ ഗിഫ്റ്റ്സ് ടു ജൂലിയ. എല്ലാവരും അവർ കൊണ്ടുവന്നിട്ടുള്ള സമ്മാനങ്ങൾ ജൂലിയയ്ക്ക് കൊടുക്കുകയാണ്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ, ലെറ്റ് us ഡാൻസ് ആൻഡ് ഹാവ് ഫൺ. അപ്പം നമ്മുടെ പ്രിൻസസ് പറയുകയാണ്, ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. എനിക്ക് എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ വന്നതിന്. നമുക്കിനി ഡാൻസ് ചെയ്യാം, എന്നിട്ട് നന്നായിട്ട് ആഘോഷിക്കാമെന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ ജൂലിയ അവിടുത്തെ പ്രിൻസസ് ആണ് കേട്ടോ, രാജകുമാരിയാണ് ആ കടലിൻ്റെ. സെഡ് ദ പ്രിൻസസ് സ്മൈലിംഗ്. ദ മ്യൂസിക് ബിഗാൻ. ബിഗാൻ എന്താണെന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പോൾ അവിടെ മ്യൂസിക് ഒക്കെ വെച്ചിട്ടുണ്ട്. ദേ സ്റ്റാർട്ടഡ് ഡാൻസിങ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അവിടെ ഡാൻസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതേ ചിത്രത്തിൽ കാണുന്നുണ്ട് നമ്മുടെ മെർമെയ്ഡിനെയും അതേപോലെ തന്നെ കേക്ക് കട്ട് ചെയ്യുന്നതും ഗിഫ്റ്റുകൾ വാങ്ങിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത ഭാഗം ദ ഫീസ്റ്റ്. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ സദ്യ എന്നുള്ള മീനിങ്ങിലാണ്. ഫുഡൊക്കെ കഴിക്കുന്ന ഒരു സമയത്തിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നൗ ലെറ്റ് us have the feast. The princess invited. പ്രിൻസസ് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫുഡ് കഴിക്കാൻ വേണ്ടി, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്. എവരി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്. എല്ലാവരും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ യമ്മി, സോ ഡെലീഷ്യസ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള, നല്ല യമ്മി ആയിട്ടുള്ള, നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. എ സ്റ്റാർ ഫിഷ് ലിക്ക്ഡ് ഹെർസ് പ്ലേറ്റ്. സ്റ്റാർ ഫിഷ് എന്ത് ചെയ്യാണ്? ആ ഒരു പ്ലേറ്റ് ഇങ്ങനെ ലിക്ക് ചെയ്യാണ്. അങ്ങനെ നക്കി തുറയ്ക്കാന്ന് പറയില്ല, നമ്മൾ ടേസ്റ്റ് കൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ആൾക്ക്. ഐ ലവ് ദ ചോക്ലേറ്റ്. എ ഷാർക്ക് ഗൾപ്ഡ് എ ബിഗ് പീസ്. അപ്പോൾ സദ്യയിൽ എന്തും ഉണ്ട്? ചോക്ലേറ്റും ഉണ്ട്. അപ്പോൾ ഷാർക്ക് പറഞ്ഞ സ്രാവാണ്. സ്രാവ് പറയാണ്, എനിക്ക് ഈ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് വലിയൊരു പീസ് എടുത്ത് അങ്ങനെ വിഴുങ്ങാണ്. ഗൾപ്ഡ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക. ദ ജ്യൂസ് ഇസ് സോ റിഫ്രഷിങ്. ജെല്ലി ഫിഷ് സിപ്ഡ് ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്. ജെല്ലി ഫിഷിന് അതിൽ എന്താ ഇഷ്ടമായത്? ജ്യൂസാണ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ജ്യൂസ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ജെല്ലി ഫിഷ് ആ ജ്യൂസ് മൊത്തത്തിൽ കുടിക്കുകയാണ്.
സഡൻലി എ ഡോൾഫിൻ വിസൽ ലൗഡ്ലി. പെട്ടെന്ന് ഡോൾഫിൻ്റെ വലിയൊരു വിസിൽ ശബ്ദം കേൾക്കുകയാണ്. ഡോൾഫിൻ എന്തോ ഒച്ചത്തിൽ വലിയൊരു ശബ്ദം ഉണ്ടാക്കുകയാണ്. വാട്ട്സ് ഹാപ്പനിങ് ആസ്ക് ദ ഷാർക്ക്. അപ്പം നമ്മുടെ സ്രാവ് വന്ന് ചോദിക്കുകയാണ്, എന്താണ് അങ്ങനെ ശബ്ദം കേൾക്കുന്നത്, എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്താ സംഭവിക്കുന്നേ എന്നുള്ളത് അവിടെ ചോദിക്കുകയാണ്. അടുത്ത ഭാഗം ദ ത്രെറ്റ്. എന്തോ പേടിപ്പിക്കുന്ന എന്തോ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ആ ഒരു തലക്കെട്ട് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ എന്താണ് അവിടെ പ്രശ്നം ഈ ഒരു പിറന്നാൾ ആഘോഷത്തിൻ്റെ ഇടയ്ക്കെന്ന് നോക്കാം. ദ മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ. ദ മെൻ, ഇവിടുന്ന് കരയിൽ നിന്നും ആളുകൾ പോയിരിക്കുകയാണ്. എന്തിനാണ് അവർ വന്നിരിക്കുന്നത്? എഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക്. കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുവന്ന് കടലിൽ തട്ടാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുവന്ന് കടലിൽ ഇടാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ, മനുഷ്യന്മാർ എന്ത് ചെയ്തിരിക്കുകയാണ്? അവിടെ നിന്നുള്ള വേസ്റ്റുകളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ എടുത്ത് കടലിൽ കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എക്സ്ക്ലെയിംഡ് ദ ഡോൾഫിൻ. ഓൾ ബിക്കേം ആംഗ്രി. ഇത് നമ്മുടെ ഡോൾഫിൻ പറഞ്ഞതും എല്ലാവർക്കും ഭയങ്കര ദേഷ്യം വരണം. ആംഗ്രി ആവുകയാണ്. ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യം, ഭയങ്കര ദേഷ്യം വരണം. എന്തിനാ ദേഷ്യം വരണേ? കാരണം ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ഈ വെള്ളത്തിൽ, സമുദ്രത്തിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ ഏതെങ്കിലും ജീവികൾക്ക് ജീവിക്കാൻ പറ്റുമോ? എല്ലാവരും മരിച്ചു പോവില്ലേ? അപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ആംഗ്രി ആവുകയാണ്. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ്. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പം തന്നെ ഈ പ്ലാസ്റ്റിക് കാരണം മരിച്ചു കഴിഞ്ഞു. ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് കഴിച്ചിട്ട്. ദ ഷാർക്ക് ഗ്രൗണ്ട് ഹിസ് ടീത്ത്. ഷാർക്ക് ഇങ്ങനെ പല്ല് കടിച്ചിട്ട് ഇങ്ങനെ പറയാണ്, വി ഷുഡ് സ്റ്റോപ്പ് ദം ദേ സെഡ് ടുഗെദർ. അപ്പം എല്ലാവരും ഒന്നിച്ച്, ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് എന്ത് പറയാണ്? വി ഷുഡ് സ്റ്റോപ്പ് ദം. നമ്മൾ അവരേനെ നിർത്തണം, അല്ലെങ്കിൽ നമ്മൾ അവരേനെ തടയണം. ഡോണ്ട് വറി ഫ്രണ്ട്സ് സെഡ് ദ ബ്ലൂ വെയിൽ. അപ്പം നമ്മുടെ നീലത്തിമിംഗലം പറയാണ്, ഏയ് നിങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ. ഐ ആം ദ ബിഗ്ഗസ്റ്റ് അനിമൽ ഇൻ ദ വേൾഡ്, ഐ വിൽ ഡ്രൈവ് ദം എവേ. ഇപ്പോൾ ബ്ലൂ വെയിൽ, നമ്മുടെ നീലത്തിമിംഗലം പറയുന്നത്, ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ ജീവി, എനിക്കെന്തിനു സാധിക്കും? അവരേനെ ഇവിടെ നിന്ന് തുരത്താനായിട്ട് സാധിക്കും. ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ഡ്. ബ്ലൂ വെയിൽ എന്ത് ചെയ്യാണ്? വേഗം തിരിഞ്ഞിട്ട് ഇടയ്ക്കൂടെ ഒഴുകി അവരുടെ അടുത്തേക്ക് പോവുകയാണ്. ദ ഷാർക്ക് ഫോളോഡ് ഹെർ. സ്രാവും അതേപോലെ തന്നെ നമ്മുടെ നീലത്തിമിംഗലത്തിന് പിന്തുടർന്ന് പുറകെ പോകുന്നുണ്ട്. അപ്പോൾ ചിത്രത്തിൽ നമുക്ക് കാണാം, ആളുകൾ ഇങ്ങനെ തോണിയിലൊക്കെ വന്നിട്ട് വേസ്റ്റുകളൊക്കെ ചാക്കിൽ കെട്ടി കടലിൽ കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അവരെ ഓടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സ്രാവും നീലത്തിമിംഗലൊക്കെ പോകുന്നത്. ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ക്ഷമാപണം നടത്തുക അല്ലെങ്കിൽ ക്ഷമിക്കുക എന്നൊക്കെ പറയില്ലേ. ദ വെയിൽ ആൻഡ് ദ ഷാർക്ക് വെൻ നിയർ ദ ബോട്ട്. അപ്പോൾ ഈ മനുഷ്യന്മാർ വന്നിട്ടുള്ള ബോട്ടിൻ്റെ അടുത്തേക്ക് നമ്മുടെ വെയിലും ഷാർക്കും കൂടെ പോവാണ്. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹസ് ടെയിൽ. ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അടിക്കുക. ടെയിൽ എന്ന് പറഞ്ഞാൽ വാല്. അപ്പം നമ്മുടെ ഷാർക്ക് എന്ത് ചെയ്യണം? വലിയ ജീവിയല്ലേ ഷാർക്ക്. അപ്പോൾ ഷാർക്ക് വേഗം ഷാർക്കിൻ്റെ ടെയിൽ, വാല് ഉപയോഗിച്ചിട്ട് ആ ബോട്ടിൽ നല്ലൊരു അടി കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ബോട്ട് കുലുങ്ങില്ലേ, വെള്ളത്തിലോട്ട് വീഴാൻ പോവില്ലേ. ദ മെൻ ഇൻ ദ ബോട്ട് ട്രംബിൾഡ് വിത്ത് ഫിയർ. ട്രംബിൾഡ് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക, വിത്ത് ഫിയർ എന്ന് പറഞ്ഞാൽ പേടിച്ച് വിറയ്ക്കുക. അപ്പോൾ ആളുകൾ, ആ ബോട്ടിലുണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്യാണ്? പേടിച്ച് വിറയ്ക്കുകയാണ്. കാരണം ഈ വാലോണ്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ ബോട്ട് ആകമാനം കുലുങ്ങാൻ തുടങ്ങി. ദ ക്രൈഡ് ഫോർ ഹെൽപ്പ്. അവരെന്തിനു വേണ്ടി കരയാൻ തുടങ്ങി? സഹായത്തിന് വേണ്ടിയിട്ട്, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. ബൈ ദിസ് ടൈം ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച്ഡ് ദർ. ആ സമയത്ത് നമ്മുടെ പ്രിൻസസും, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജൂലിയയില്ലേ, അപ്പോൾ ആ പ്രിൻസസും അതേപോലെ തന്നെ മറ്റുള്ള മത്സ്യങ്ങളും എല്ലാവരും കൂടി എന്ത് ചെയ്യാണ്? അവിടെ എത്തി. റീച്ച്ഡ് ദർ എന്ന് പറഞ്ഞാൽ അവിടെ എത്തി. ഐ വിൽ ക്രഷ് ദം. ദ ക്രാബ് ഓപ്പൺഡ് ഹെർ ക്ലോസ്. അപ്പം നമ്മുടെ ക്രാബ്, ഒരു ഞണ്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞണ്ടെന്ത് പറയണം? ഞാൻ അവരെ ഞെരിച്ചു കൊല്ലും. ഞണ്ടിൻ്റെ കൈ കൊണ്ട് നമുക്കറിയാമല്ലോ, അമർത്താൻ പറ്റില്ലേ. അപ്പം അതുപോലെ ഞാൻ അവരെ ക്രഷ് ചെയ്യും എന്നാണ് പറയുന്നത്. പ്ലീസ് ഡോണ്ട് ഹേർട്ട് അസ്, വി വോണ്ട് ഡംപ് വേസ്റ്റ് ഇൻ ദ സീ അഗെയിൻ, ദ മെൻ ബെഗ്ഡ്. അപ്പോൾ ആളുകൾക്ക് എന്താണ്? ആകെ പേടിയാവാൻ തുടങ്ങി. ഇവരെല്ലാവരും കൂടെ വന്നിട്ട് ഇവരെന്നെ വെള്ളത്തിൽ വീഴ്ത്തി കൊന്നാലോ എന്ന് പേടിയായി. അപ്പോൾ അവർ പറയാണ്, ദയവീത് ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഞങ്ങളിനി ഒരിക്കലും വേസ്റ്റ് കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇടില്ല എന്ന് പറഞ്ഞ് അവർക്ക് വാക്ക് കൊടുക്കുകയാണ്. യു ആർ പൊല്യൂട്ടിങ് അവർ സീ. അപ്പോൾ നമ്മുടെ മത്സ്യങ്ങൾ പറയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജൂലിയ വന്നിട്ട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യാണ്? ഞങ്ങളുടെ സമുദ്രത്തിനെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്, വേസ്റ്റ് ഇട്ടിട്ട് കേടുവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈഫ്സ്. നിങ്ങൾ ഞങ്ങളുടെ ജീവിതമാണ് ഇല്ലാണ്ടാക്കുന്നത്. ഡിസ്ട്രോയിങ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. വാണ്ട് പ്രിൻസസ് ജൂലിയ ആൻഡ് ലെറ്റ് ദം ഗോ. അപ്പം നമ്മൾ ജൂലിയ വന്നിട്ട് പറയണം, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്, ആവർത്തിച്ചാൽ നിങ്ങൾ വിവരം അറിയുമെന്നും പറഞ്ഞിട്ട് അവരെ വാൺ ചെയ്തിട്ട് വിടുകയാണ്.
റേസ് ഓഫ് ദ സൺ ബ്രൈറ്റൻ ദ വേവ്സ്. അങ്ങനെ എന്ത് ചെയ്യാണ്, ആ ഒരു വേവ്സിനെയൊക്കെ തിളക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വന്നിട്ടുള്ള സൂര്യൻ്റെ പ്രകാശം എന്ത് ചെയ്യാണ്, വളരെ ബ്രൈറ്റ് ആയിട്ട് തെളിഞ്ഞ് കാണുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു ദിവസം അവർക്ക് അവിടെ ഉണ്ടാവുകയാണ് എന്നാണ് ആ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്